ജമ്മു കാശ്മീരിൽ ബി.ജെ.പിയുടെ ശുക്രൻ ഉദിച്ചു എന്നാണ് അവരുടെ എതിരാളികൾ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ബി.ജെ.പിയുടെ ഒരു പുതിയ തന്ത്രമാണ് കാശ്മീരിൽ പയറ്റുന്നത്. അവർ എല്ലായിടത്തും മത്സരിക്കുന്നില്ല. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രന്മാരെയും ചെറുപാർട്ടികളും പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോഴും ആരെയൊക്കെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് ഇതുവരെ പാർട്ടി വ്യക്തമാക്കിയിട്ടുമില്ല. ഏതായാലും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 24 സീറ്റിൽ ബി.ജെ.പി മത്സരിക്കുന്നത് കേവലം 7 സീറ്റുകളിലാണ്. ബാക്കിയുള്ള സീറ്റുകളിൽ തങ്ങൾ സ്വതന്ത്രന്മാരെയോ ചെറുപാർട്ടികളോ പിന്തുണയ്ക്കും എന്ന് പറയുമ്പോൾ ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്നുള്ളത് ആർക്കും ഒരു വ്യക്തത ഇല്ല. ബി.ജെ.പിയോട്ട് പറഞ്ഞിട്ടുമില്ല. ജമ്മുവിൽ 47 സീറ്റാണ്. ബി.ജെ.പിക്ക് ഏറ്റവും ശക്തികേന്ദ്രമായ ഇടമാണ് ഈ ജമ്മു മേഖല. അവിടെ 24 സ്ഥാനാർത്ഥികളെ നിലവിൽ നിർത്തിയിട്ടുണ്ട്. ഈ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഉറക്കം കെടുത്തുന്നത് ബി.ജെ.പിയോ മറ്റുള്ള പാർട്ടികളോ അല്ല. പകരം 145 സ്വതന്ത്രന്മാർ മത്സരിക്കുന്നു. ഒപ്പം തന്നെ മറ്റു ചെറു പാർട്ടികളും മത്സരിക്കുന്നു. ചെറു പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരക്കാരല്ല. അത്യാവശ്യം വോട്ട് പിടിക്കാൻ കപ്പാസിറ്റിയുള്ള പാർട്ടികളാണ്. എന്നാൽ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാനും കഴിയില്ല. ഇത്തരം പാർട്ടികളെ കൂട്ടുപിടിച്ചും സ്വതന്ത്രന്മാരെ കൂട്ടുപിടിച്ചുമൊക്കെയാണ് ബി.ജെ.പി അവിടെ ഒരു തന്ത്രം പയറ്റുന്നത്. ഏതായാലും ജമ്മു കാശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് ഇത് നാഷണൽ കോൺഫറൻസിന് ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയാണ്. അമാൻ ഓർ ശാന്തി തെഹ്രീക്ക, ജമ്മു കാശ്മീർ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, ജമ്മു കാശ്മീർ നാഷണലിസ്റ്റ് പീപ്പിൾസ് ഫ്രണ്ട് തുടങ്ങിയ പാർട്ടികളൊക്കെ ഉണ്ട്. ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നിയമസഭയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതിയത് 31% വരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. എന്നാൽ ഇത്തവണ 44% സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ കണ്ണുനട്ടാണ് ബി.ജെ.പി പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താത്തതും. കാരണം ബി.ജെ.പിക്ക് ശക്തമല്ല, അതായത് ബി.ജെ.പി ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ കഴിയാത്ത ഇടങ്ങളിലൊക്കെ അവർ സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്നില്ല, ചെറു പാർട്ടികളെ പിന്തുണയ്ക്കുന്നു. ചെറു പാർട്ടികളുമായി നിലവിൽ സഖ്യങ്ങളൊന്നും തന്നെ ബി.ജെ.പിക്ക് ഇല്ല. ഇവിടെ ആകെ ഒരു സഖ്യമുള്ളത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസുമായിട്ട് മാത്രമാണ്. മെഹബൂബ മുഫ്തി മത്സരിക്കുന്നു. താഴ്വരയിൽ ബി.ജെ.പിക്ക് വെല്ലുവിളി ഉയർത്താൻ മെഹബൂബയുടെ PDPക്കും കഴിയും. ഏതായാലും ചെറു പാർട്ടികളും സ്വതന്ത്രന്മാർ കൂടി പിടിക്കുന്ന വോട്ടുകൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ നട്ടല് തകർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ഗ്യാപ്പിലൂടെ അകത്ത് കടക്കാനാകും ബി.ജെ.പിയുടെ നീക്കവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.